ഹായ് ഫ്രണ്ട്സ്, റൗണ്ട് നെക്കിൽ നല്ല പെർഫെക്റ്റായി പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിതിനു വേണ്ടി ഒരു ക്യാൻവാസ് എടുത്ത് ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. പേപ്പർ ക്യാൻവാസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൻ്റെ വീതി രണ്ടായി മടക്കിയതിന് ശേഷം വീതി 4 ഇഞ്ചും ഇറക്കം 7 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കഴുത്തിൻ്റെ വീതി ഇവിടെ 3 ഇഞ്ചും ഇറക്കം 6 ഇഞ്ചുമാണ് വേണ്ടത്. നമുക്ക് നെക്കിന് വേണ്ട ഇറക്കവും വീതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വേണം ക്യാൻവാസ് എടുക്കാൻ. ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഇറക്കവും നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കി അതിനുള്ളിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് നല്ല പെർഫെക്റ്റായി ഷേപ്പൊക്കെ വരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് പുറമേ കൂടെയും 1 ഇഞ്ച് വീതിക്ക് ഒന്ന് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ 1 ഇഞ്ച് വീതിക്ക് ഒരു ബ്രിഡ്ജ് പോലെ വരച്ചെടുക്കാം. ഒരു 3/4 ഇഞ്ച് എടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പുറമേത്തെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളിലെ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബ്രിഡ്ജ് പോലെ വരച്ച ഭാഗത്ത് എത്തുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാതെ അങ്ങനെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കഴുത്തിൻ്റെ വീതി കറക്റ്റ് അളവിൽ തന്നെ കിട്ടാനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ചുരിദാറിൻ്റെ ലൈനിങ് തുണി എടുത്ത് അതിലേക്ക് നമുക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത നെക്ക് ഒന്ന് കറക്റ്റായി വെച്ച് കൊടുത്ത് അയൺ ചെയ്തെടുക്കാം. നെക്കിൻ്റെ മിനുസമുള്ള ഭാഗമാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഒന്ന് വെട്ടിക്കളയാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത തയ്യൽ തുമ്പ് ഇതുപോലെ ക്യാൻവാസിലേക്ക് വെച്ച് ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുത്ത നെക്ക് നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭാഗത്താണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിലൊന്ന് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ബാക്കി വരുന്ന തുണിയൊക്കെ നമുക്ക് വെട്ടിക്കളയാം. നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ക്യാൻവാസ് നല്ല പെർഫെക്റ്റായി തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവൻ സ്ഥലത്തും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് പുറമേ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കാതെ നമുക്കത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. പക്ഷേ പതിച്ച് തയ്ച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും. ഈ ക്യാൻവാസിൽ കൂടെയാണ് ഞാനിങ്ങനെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുള്ളത്. വിരലുകൊണ്ട് ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുത്ത് ഉള്ളിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിന് ടോപ്പ് സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല. നമ്മളിവിടെ പൈപ്പിംഗ് ആണല്ലോ വെച്ച് കൊടുക്കുന്നത്. പൈപ്പിംഗ് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു ടോപ്പ് സ്റ്റിച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് അയൺ ചെയ്ത് ഷേപ്പാക്കി എടുത്താൽ മതി. ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിയുടെ കളറിലാണ് ഞാനിവിടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കാം. തുണി ഇങ്ങനെ ക്രോസ് ആയൊന്ന് മടക്കി കൊടുക്കണം. നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഭാഗത്ത് വേണം ഇങ്ങനെ മടക്കി കൊടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ക്രോസ് പീസ് നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ക്രോസായി മടക്കി കൊടുത്ത ലൈനിൽ കൂടെ ഒന്ന് വരച്ചെടുക്കാം. നേരെ സെൻറ്ററിലാണ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1.5 ഇഞ്ച് വീതിക്കൊന്ന് അടയാളപ്പെടുത്തി നമുക്ക് ഒന്നുകൂടെ ലൈൻ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് നല്ല പെർഫെക്റ്റായി കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റായി നല്ല വലിയുന്ന രീതിയിൽ തന്നെ കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ. ഇനി നമുക്ക് വെട്ടിയെടുത്ത ക്രോസ് പീസുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഇതുപോലെ വരുന്ന ഭാഗങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയ ഒരു ലൈൻ വരച്ച് അതിൽ കൂടെ തയ്ച്ചെടുത്താൽ മതി. ഇപ്പം നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുത്ത് തയ്യൽ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയാം. ഇനി ക്രോസ് പീസിൻ്റെ ഒരു സൈഡൊന്ന് 1/4 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഇനി പൈപ്പിംഗ് നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടി ഞാനിതുപോലെ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിക്കാതെ നമുക്ക് പൈപ്പിംഗ് നല്ല പെർഫെക്റ്റായി തന്നെ ചെയ്തെടുക്കാം. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിലാണ് ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മളിവിടെ സിംഗിൾ പ്രഷർ ഫുട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നത്. ഇതാവുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല നീറ്റായി തന്നെ നമുക്ക് കിട്ടും.
ഇതുപോലെ ത്രെഡിനോട് ചേർന്ന് നല്ല ടൈറ്റായി തന്നെ തയ്ച്ചെടുക്കണം. അറ്റം വരെ നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. പൈപ്പിംഗ് ഇവിടെ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ച നെക്കിലേക്ക് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം. ഇവിടെയും നമ്മൾ സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പ്രഷർ ഫുട്ട് മാറ്റിയിട്ടൊന്നുമില്ല. നെക്ക് നേരത്തെ തന്നെ നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. പൈപ്പിംഗ് ഇതുപോലെ ഈ ത്രെഡ് വരുന്ന ഭാഗം പുറമേക്കാവുന്ന രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് സിംഗിൾ പ്രഷർ ഫുട്ട് വെച്ച് തന്നെ ചേർത്ത് തയ്ച്ചെടുക്കാം. പൈപ്പിംഗ് ത്രെഡ് വെച്ച ആ ഭാഗം മാത്രം പുറമേക്ക് വരുന്ന രീതിയിൽ നല്ലതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ അരികത്ത് കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന രീതിയിൽ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഓരോ ഭാഗവും ഒപ്പം ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുത്ത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം തയ്ച്ചെടുക്കാൻ. ബാക്കി ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉൾഭാഗവും നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അതിന് നമ്മൾ പ്രഷർ ഫുട്ടൊക്കെ മാറ്റിയിട്ട് തയ്ച്ചെടുത്താൽ മതി. സാധാരണ പ്രഷർ ഫുട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഒട്ടും ചുളിവുകളൊന്നും ഇല്ലാതെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൃത്തിയായി തന്നെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.